ദത്താത്രേയ, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. വദന്തി തത്വ വിദസ്തത്വം യത് ജ്ഞാനമദ്വയം പരമാത്മേതി ബ്രഹ്മേതി ഭഗവാനിതി ശബ്ദതേ. അദ്വൈതജ്ഞാനമേതോ അതുതന്നെയാണ് ബ്രഹ്മം. പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഭഗവാനെന്നും പറയുന്നത് ഒന്നുതന്നെയാണ്. ഗുരു, ബ്രഹ്മത്തെ ഏത് രൂപത്തിലാണ് പൂജിക്കേണ്ടത്? സ്ത്രീരൂപത്തിലോ പുരുഷരൂപത്തിലോ? ദത്താത്രേയ, ഒരിക്കൽ ബ്രഹ്മദേവൻ സാക്ഷാൽ ദേവി പരാശക്തിയോട് ഇതേ സംശയം ഉന്നയിച്ചു. ബ്രഹ്മരൂപം സ്ത്രീയോ പുരുഷനോ എന്ന്. ദേവി ഇപ്രകാരം അരുളി ചെയ്തു: ഏകമേവ ദ്വിതീയം ബ്രഹ്മ. ബ്രഹ്മം സ്ത്രീയുമല്ല പുരുഷനുമല്ല. ബ്രഹ്മം ഏകമാണ്. അത് നിത്യമാണ്, സത്യമാണ്, സനാതനമാണ്. സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ എന്നു പറയുന്നതും ബ്രഹ്മമെന്നു പറയുന്നതും ഒന്നുതന്നെ. ഒരു വ്യക്തി പല വേഷങ്ങൾ അണിഞ്ഞു എന്ന് വെച്ച് ആ വ്യക്തി പലതാകുന്നില്ലല്ലോ. വ്യക്തി എപ്പോഴും ഒന്നുതന്നെ. അതുപോലെ ബ്രഹ്മം പല രൂപത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. ലീലേ, പൂജാപുഷ്പങ്ങൾ പരിശുദ്ധമായിരിക്കണമെന്നറിയില്ലേ? ഈയിടെയായി നിനക്ക് അശ്രദ്ധ കുറച്ച് കൂടുന്നുണ്ട്. ഇനി ഇത് ആവർത്തിക്കരുത്. വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കുമ്പോഴാണ് ശ്രദ്ധ നഷ്ടപ്പെടുന്നത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സേകാഗ്രമായിരിക്കണം. മനസ്സിലായോ? മഹാദേവ. ഗുരു, ആത്മാന്വേഷിക്ക് ഗുരുക്കന്മാർ എത്ര പേർ വരെ ആകാം? ആത്മസാക്ഷാത്കാരം നേടാൻ ഒരു ഗുരു തന്നെ ധാരാളം. എന്നാൽ ഓരോ മനുഷ്യരുടെ കർമ്മങ്ങളനുസരിച്ചും അവൻ്റെ അന്ധഃകരണത്തിൽ അടിഞ്ഞുകൂടിയ മായയുടെ ശക്തി അനുസരിച്ചും അവനിലേക്കെത്തുന്ന അറിവിൻ്റെ അനുഭവത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത്തരം ആളുകൾ പല വഴികളിലൂടെ സഞ്ചരിച്ച് തനിക്ക് ചേർന്ന വഴിയിൽ എത്തിപ്പെടുന്നത് പല പല ഗുരുക്കന്മാരിലൂടെ ആവാം. ഗുരു, അപ്പോൾ ഒരുവൻ ആത്മസാക്ഷാത്കാരം നേടിക്കൊടുക്കുന്ന ഗുരു യഥാർത്ഥ ഗുരുവും മറ്റുള്ളവർ പരാജയങ്ങളുമാകില്ലേ? ഒരിക്കലുമില്ല.
ഒരുവന് ചേർന്ന ശരിയായ വഴിയിൽ ഗുരു നയിക്കുമ്പോൾ പാകമാകാത്ത മനസ്സും ശുദ്ധമാകാത്ത അന്ധകരണവുമുള്ള ശിഷ്യൻ ഗുരുവചനങ്ങളെ പിന്തുടരാനാകാതെ മായയിൽപ്പെട്ടുടലുന്നതാണ്. ശരിയായ മാർഗത്തിലെത്തുന്നതുവരെ അവൻ ഗുരുക്കന്മാരെ തേടി അലയുന്നതുമാണ്. ഒരു പാറ പൊട്ടാൻ ശക്തമായ 101 പ്രഹരങ്ങൾ വേണ്ടിവന്നാൽ ആദ്യത്തെ 100 പ്രഹരങ്ങൾ പാഴായിപ്പോയവയല്ലെന്നും 101ാമത്തെ പ്രഹരത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നുവെന്നും മനസ്സിലാക്കണം. ഗുരു, ഒരുവൻ അവന് ചേർന്ന യഥാർത്ഥ ഗുരുവിനെ എപ്രകാരമാണ് കണ്ടെത്തുക? സ്വകർമ്മങ്ങളും ഈശ്വരാനുഗ്രഹവുമാണ് അതിന് നിദാനമാവുക. പൂർവജന്മങ്ങളിലെ സാധനകളും പ്രാർത്ഥനകളും അതിനായി വഴിയൊരുക്കുകയും ചെയ്യും. ഈ ലോകത്തെ ഏറ്റവും നിസാരമായ ഒരു ജന്തുവോ ജീവജാലമോ സസ്യലതാദികളോ പോലും ഒരുവന് ഗുരുവായെന്ന് വരാം. പാകമായ മനസ്സിലേക്ക് അറിവ് താനേ ഒഴുകിയെത്തുന്നതാണ്. ദത്തന്റെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും ഗുരു. അങ്ങ് പറയുന്നതെല്ലാം സ്ഫടികം പോലെ വ്യക്തമാണ്. അവയെല്ലാം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധം പതിയുന്നുമുണ്ട്. നല്ലത്. ഇന്ന് പ്രദോഷസന്ധ്യയിൽ നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത് മനനം ചെയ്യാം. ആകട്ടെ ഗുരു.
ലീലേ, 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 ലീലേ. ലീലേ, 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 ലീലേ. ലീലേ, ലീലേ, എത്ര നേരമായി നാം വിളിക്കുന്നു? എവിടെയെല്ലാം അന്വേഷിച്ചു? പരിസരം മറന്ന് ഇവിടെ സ്വപ്നം കണ്ടിരിക്കുകയാണോ നീ? എന്തു പറ്റി ലീലേ നിനക്ക്? സന്ധ്യ കഴിഞ്ഞിട്ടും നിലവിളക്ക് തെളിയിക്കാൻ മറക്കുക, പൂജാപുഷ്പങ്ങൾ ഒരുക്കാതിരിക്കുക, ആശ്രമ പരിസരം വൃത്തിയാക്കാതിരിക്കുക. എന്ത് സംഭവിച്ചു നിനക്ക്? ഒന്നുമില്ല പിതാവേ, ഒന്നുമില്ല. അസത്യം പുലമ്പണ്ട. നിന്റെ മുഖഭാവം നാം ശ്രദ്ധിക്കുന്നുണ്ട്. ലീലേ, ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ അല്ല നീ. ഗാലവന്റെ പുത്രിയാണ്, ആശ്രമകന്യക. ആശ്രമകന്യക പാലിക്കേണ്ടതായ ചില ചിട്ടകളും നിഷ്ഠകളുമുണ്ട്. ഈയിടെയായി നീ അത് തെറ്റിക്കുന്നു. അലസതയും അശ്രദ്ധയുമുള്ള ശരീരം മൂദേവിയുടെ ഇരിപ്പിടമാണെന്ന് മറക്കരുത്. ഏക മകളെന്ന പരിഗണന, വാത്സല്യം അത് ആവോളം നൽകുന്നുണ്ട് നാം. ആശ്രമധർമ്മം പാലിക്കാൻ പലപ്പോഴും നമ്മുടെ മകൾ മറക്കുന്നു. പിതാവേ, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെയൊന്നും ഞാൻ പ്രവർത്തിക്കില്ല. മകളെ, ഉപദേശങ്ങൾ നൽകി നിന്നെ നേർവഴി കാട്ടാൻ നിനക്കൊരമ്മയില്ല. ഉപദേശിക്കാനും ശാസിക്കാനും ഒരു പിതാവെന്ന നിലയിൽ നമുക്ക് പരിമിതികളുണ്ട്. ഇവിടെ നിന്നെ ശ്രദ്ധിക്കേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും നീ തന്നെയാണ്. എനിക്കറിയാം പിതാവേ, ഒരിക്കലും ഈ മകൾ അങ്ങയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പ്രവർത്തിക്കില്ല. സത്യം. നമുക്ക് നിന്നിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ചുവടൊന്ന് പിഴച്ചാൽ മതി മാർഗം മാറാൻ. നിന്റെ മാർഗം എന്നും നേരിൻ്റേതാകണം, നന്മയുടേതാകണം. മനസ്സിനെ കയറൂരി വിടരുത്. അത് മരഞ്ചാടി നടക്കുന്ന കുരങ്ങിനെ പോലെയാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം പിതാവേ. നല്ലത്. കഠോപനിഷത്തിലെ രഥകൽപ്പന മനനം ചെയ്യൂ. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. മനസ്സാകുന്ന കടിഞ്ഞാണിനാൽ ബുദ്ധിയാകുന്ന സാരഥി അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ജന്മം തന്നെ നിരർത്ഥകമായി പോകും. ശ്രദ്ധിച്ചു കേൾക്കൂ.
ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച. ഭക്തിയും വിശ്വാസവും ഈ രണ്ടുമാണ് ഏറ്റവും ലളിതമായ ഈശ്വരാരാധന. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ